ഹായ് ഫ്രണ്ട്സ്, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് തൊടുപുഴയുടെ കമ്പ്യൂട്ടർ അവയർനെസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയറിൽ RRB ക്ലർക്കിനും RRB POയ്ക്കും വന്നിട്ടുള്ള കുറച്ച് കമ്പ്യൂട്ടർ അവയർനെസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്ഡ് ബൈ ആപ്പിൾ? ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഇതിൽ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ഇതിന്റെ ആൻസർ ആണ് ഓപ്ഷൻ ഡി, മാക് OS അഥവാ മാക്കിൻടോഷ്. കറന്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാക് OSന്റെ വേർഷൻ എന്ന് പറയുന്നത്, അതിന്റെ പേരെന്ന് പറയുന്നത് ബിഗ് സർ ആണ്, BIGSU ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് DBMS? DBMS എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് DBMS. ഒരുപാട് ഡാറ്റാബേസുകൾ ഉണ്ടെങ്കിൽ, ഡാറ്റാബേസ് എന്താണെന്ന് അറിയാലോ, ടേബിൾസിന്റെ ഒരു കളക്ഷനാണ് ഡാറ്റാബേസ്. ഈ ഡാറ്റാബേസുകളെ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് DBMS. നമ്മൾ ലൈബ്രറിയിൽ നമ്മൾ ബുക്സ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് ഓരോ സെക്ഷനാക്കി വെക്കില്ലേ, അതുപോലെ നമുക്ക് നമ്മുടെ ടേബിൾസിനെയൊക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബേസ് ഓഫ് ഒക്ടൽ നമ്പർ സിസ്റ്റം? ഒക്ടൽ നമ്പർ സിസ്റ്റം, ഒക്ട, ഓപ്ഷൻ എ 8 ആണ്. അപ്പം ഹെക്സ ആണെങ്കിലോ, ഹെക്സ എന്ന് പറഞ്ഞാൽ 16 ആണ് ഉത്തരം. സോ നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റം ആണ്, അതിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ? ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഇതിൽ ഏത് ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി, വാക്വം ട്യൂബ്സ് ആണ്. വാക്വം ട്യൂബ്സ്. ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഒരു റൂമിൻ്റെ അത്ര തന്നെ വലിപ്പം ഉണ്ടായിരിക്കും. അത് എനോർമസ് ആണ്. മാത്രമല്ല വളരെ സ്ലോ ആയിരുന്നു. പിന്നെ വളരെയധികം എനർജി അത് കൺസ്യൂം ചെയ്യുമായിരുന്നു. ഒരുപാട് ഹീറ്റും ഡിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനത്തെ കമ്പ്യൂട്ടേഴ്സാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. അങ്ങനത്തെ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് വാക്വം ട്യൂബ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, PROM സ്റ്റാൻഡ്സ് ഫോർ. PROM എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി, ഓപ്ഷൻ ഡി ആണ് PROM. അപ്പം ഈ സാധാ റോമും അഥവാ റീഡ് ഒൺലി മെമ്മറിയും PROMും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാ റോം നമ്മൾ ഒരു കമ്പനിയിൽ അവർ മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ അവർ പ്രോഗ്രാം ചെയ്തായിരിക്കും വിടുന്നത്. പക്ഷേ മാനുഫാക്ചറിങ് കഴിഞ്ഞ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഒരു റോമിനെയാണ് PROM അഥവാ പ്രോഗ്രാമബിൾ റോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോബോൾ. കോബോളിന്റെ ഫുൾ ഫോം കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്. ഈസ് യൂസ്ഡ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് പർപ്പസ്? കോബോൾ ഇവയിൽ ഏത് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്? ബിസിനസ് ആൻഡ് ഫൈനാൻസ് ആണ് കോബോൾ ഉപയോഗിക്കുന്ന ഫീൽഡ്. കോബോൾ ഇച്ചിരി ഒരു കുറച്ച് നാൾ പഴക്കമുള്ള ഒരു ലാംഗ്വേജ് ആണ്. പക്ഷെ ഇപ്പോഴും ബാങ്ക്സ്, ATMs, പിന്നെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കോബോൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കീ ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് ക്യാരക്ടേഴ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ കേഴ്സർ? കേഴ്സറിന്റെ ലെഫ്റ്റ് ഉള്ള ക്യാരക്ടേഴ്സിനെ ഡിലീറ്റ് ചെയ്യാനാണ് ബാക്ക് സ്പേസ്, ഓപ്ഷൻ ഡി. റൈറ്റ് ആണെങ്കിലോ, റൈറ്റ് ആണെങ്കിൽ നമ്മൾ ഡിലീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി MB ഈസ് ഈക്വൽ ടു 1 GB? MB എന്ന് പറഞ്ഞാൽ മെഗാബൈറ്റ് ആണ്, നമുക്കറിയാം. ഗിഗാബൈറ്റ് ആണ് GB എന്ന് പറയുന്നത്. എത്ര MB ആണ് ഒരു GB? 1024 MB ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് .org ഡൊമൈൻ റെപ്രസെന്റ്? നമ്മൾ ഗൂഗിളിൽ നമ്മളിപ്പം നമ്മുടെ ഒരു ക്രോം ബ്രൗസർ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസർ തുറന്നിട്ട് നമ്മൾ അതിനകത്ത് അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുകയാണ് google.org അല്ലെങ്കിൽ go.in. അന്നേരം ആ .in അതില്ലേ, നമ്മൾ ഡൊമൈൻ നെയിം നമ്മൾ ഇന്റർനെറ്റിൽ മേടിക്കുകയാണ് നമ്മുടെ ഡൊമൈൻ നെയിം ആയിട്ട്. അതിന് .in ഉണ്ട്, .com ഉണ്ട്, .org ഉണ്ട്, .ca ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അന്നേരം ഈ .org എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ ഡൊമൈൻ അഥവാ ഓപ്ഷൻ എ ഓർഗനൈസേഷൻ ഡൊമൈനാണ് .org എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ENIAC belongs to which computer generation? ഫസ്റ്റ് ജനറേഷൻ ആണ്. വൺ ഓഫ് ദ ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സ് എവർ ബിൽഡ് ആണ് ENIAC എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ആണ് ENIAC. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ആണ് അത്. അന്നേരം വാക്വം ട്യൂബ്സ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. MS Access മൈക്രോസോഫ്റ്റിന്റെ ഒരു ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. ഒരു ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ് MS Access ഡാറ്റാബേസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is the most common tool used to restrict access to a computer system? നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് അനുവാദമില്ലാതെ ഒരു തേർഡ് പേഴ്സൺ കയറുന്നത് തടയാൻ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? പാസ്വേഡ്. ഡി, പാസ്വേഡ് ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോട്ടോ എഡിറ്റിംഗ്, സ്പ്രെഡ്ഷീറ്റ് ആൻഡ് വേർഡ് പ്രോസസിംഗ് were the examples of? ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following shortcut keys used to close document in MS Word? MS Wordൽ ഒരു ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്?
കൺട്രോൾ പ്ലസ് ഡബ്ല്യു. ഓപ്ഷൻ ഡി ആണ്, കൺട്രോൾ പ്ലസ് ഡബ്ല്യു ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ബേസ് ഓഫ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം? ഹെക്സാഡെസിമൽ 16, ഒക്ട 8, ഹെക്സാഡെസിമൽ 16, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. In second generation, which type of memory was used to store data? Second generation കമ്പ്യൂട്ടറിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് മാഗ്നറ്റിക് കോറുകളാണ്. അതിൽ പ്രൈമറി മെമ്മറി ആയിട്ടാണ് മാഗ്നറ്റിക് കോറുകൾ ഉപയോഗിക്കുന്നത്. സെക്കൻഡറി ആയിട്ട് മാഗ്നറ്റിക് ടേപ്സും ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which among the following can be used as a shortcut to rename a folder in Microsoft Windows 8 and higher versions? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ F2 ആണ്. ഓക്കെ, F2 ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. In order to move from one worksheet to another in MS Excel workbook, one should click Sheet tab. Option C, Sheet tab ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which shortcut key is used to check spelling and grammar in MS Word? നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ നമ്മൾ ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഗ്രാമർ ചെക്കും സ്പെൽ ചെക്കും ഒക്കെ നടത്താൻ പറ്റും. അതിന് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് ആണ് F7, ഓപ്ഷൻ സി F7. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which is not a storage device? ഇതിലൊരു സ്റ്റോറേജ് ഡിവൈസ് അല്ലാത്തത് ഏതാണ്? CD നമുക്കറിയാം, കോമ്പാക്ട് ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, DVD, ഡിജിറ്റൽ വീഡിയോ ഡിസ്ക്. ഓക്കെ, ഇതിനകത്ത് പ്രിന്റർ ആണ്. പ്രിന്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റോറേജ് ഡിവൈസ്. അപ്പോൾ ഓപ്ഷൻ എ പ്രിന്റർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. An image editing software in which we can draw and edit image. ഏതാണ് ഇതിൽ? കോറൽ ഡ്രോ. ഓപ്ഷൻ സി കോറൽ ഡ്രോ ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following can be used to select the entire document? ഒരു entire ഡോക്യുമെന്റിനെ സെലക്ഷൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ കോമ്പിനേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് എ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സെലക്ട് ഓൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following shortcut key is used to minimize or open windows and display the desktop? Windows logo plus D. നമ്മുടെ കീബോർഡിൽ ഒരു വിൻഡോസ് ലോഗോ കീ ഉണ്ടല്ലോ, ആ വിൻഡോസ് ലോഗോ കീ പ്ലസ് ഡി ആണ് നമ്മൾ മിനിമൈസ് ചെയ്യാൻ വേണ്ടി, ഓപ്പൺ വിൻഡോസ് മിനിമൈസ് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പിന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following kind of devices allows the user to add components and capabilities to a computer system? നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ഇത് മെയിനായിട്ടും നമ്മുടെ PC ഒക്കെ നമ്മൾ അസംബിൾ ചെയ്ത് മേടിക്കുന്ന PC, അതിനാൽ അതിലോട്ട് നമ്മൾ കുറച്ച് എക്സ്റ്റേണൽ ആയിട്ട് കുറച്ച് അഡീഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ, ഒരു വീഡിയോ കാർഡ് അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കുറച്ച് പെർഫറൻസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്പാൻഷൻ സ്ലോട്ടുകളാണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ഇ എക്സ്പാൻഷൻ സ്ലോട്ടുകളാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻടു ഔട്ട്പുട്ട് ഈസ് പെർഫോംഡ് ബൈ. ഒരു കമ്പ്യൂട്ടറിൽ നമ്മളൊരു ഇൻപുട്ട് മേടിച്ചിട്ട് ആ കമ്പ്യൂട്ടർ അതിനെ ഔട്ട്പുട്ടോട്ട് കൺവേർട്ട് ചെയ്യുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഓപ്ഷൻ ഇ CPU ആണ്. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് തന്നെ ഈ CPU ആണ്. ഓക്കെ, ഈ ALU എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഇവിടെ ആൻസർ CPU ആണ്. ഓക്കെ, ഇറ്റ്സ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following device enable data transfer between two different networks? ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് ഡാറ്റ പോകുന്നത് ഒരു ഗേറ്റ് വേയിലൂടെയാണ്. ഓപ്ഷൻ സി ഗേറ്റ് വേ ഒരു കമ്മ്യൂണിക്കേഷൻ നോഡാണ്. രണ്ട് നെറ്റ്വർക്കിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് ഒരു ഗേറ്റ് വേയിലൂടെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Among the following, which is the popular DOS disk operating system based spreadsheet package? ലോട്ടസ് 123. ഇത് IBM PC-യിൽ ഉണ്ടായിരുന്ന ഒരു ലോട്ടസ് 123 IBM PC-യിലാണ് ഉണ്ടായിരുന്നത്. ഒരു സ്പ്രെഡ്ഷീറ്റ് പാക്കേജ് ആണ്. അതിപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു. Which of the following is a Windows utility program that locates and eliminates unnecessary fragments and rearranges filed and unused disk space to optimize operation? ഇതിന്റെ ആൻസർ ആണ് ഓപ്ഷൻ സി ഡിസ്ക് ഡീഫ്രാഗ്മെന്റ്. അപ്പോൾ ഈ ഡിസ്ക് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ നമ്മൾ ഡിസ്ക് ഡീഫ്രാഗ്മെന്റ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് സോൾവ് ചെയ്യണം. ഡിസ്ക് ഫ്രാഗ്മെന്റേഷനിൽ നമ്മൾ പലപ്പോഴായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫയലുകളും ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാം ഡാറ്റ ഒരു ഡിസ്കിൽ പലയിടത്തായിട്ട് അൺഈവൻ ആയിട്ട് ഇങ്ങനെ പ്ലേസ്ഡ് ആയിരിക്കും. അത് ഒരുപാട് നമ്മുടെ PC-യെ സ്ലോ ചെയ്യും, മാത്രമല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് യൂസേജിനും തടസ്സമായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ ഉപയോഗിച്ച് ആ പ്രോബ്ലം സോൾവ് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which among the following key combination can be used to search in Windows Explorer? ഓപ്ഷൻ എ കൺട്രോൾ F ആണ് സെർച്ചിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. What is the technology used to read pencil or pen marks on a multiple choice answer sheet called? OMR, ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ
നമ്മൾ ഈ PSC എക്സാമിനൊക്കെ ഈ OMR ഷീറ്റാണ് ഉപയോഗിക്കുന്നത്, എല്ലാവർക്കും അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following is a type of error that a compiler can check? ഒരു കമ്പൈലർ എന്താണ്? നമ്മുടെ സോഴ്സ് കോഡിനെ മിഷൻ കോഡിലോട്ട്, കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ പറ്റുന്ന കോഡിലോട്ട് കമ്പൈൽ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് കമ്പൈലർ എന്ന് പറയുന്നത്. സിൻടാക്സ് എറർ ആണ് ഒരു കമ്പൈലർ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓപ്ഷൻ എ സിൻടാക്സ് എറർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A special high-speed storage area within the CPU in which all data must be represented before it can be processed. ഏതാണിത്? രജിസ്റ്റർ ആണ്. ഇതിന് ആൻസർ ഓപ്ഷൻ ഡി രജിസ്റ്റർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. In PowerPoint, the header and the footer button can be found on the insert tab in what group? Option C text group ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ സി ടെക്സ്റ്റ് ഗ്രൂപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is generally used for selecting or highlighting? ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യാനും ഹൈലൈറ്റ് ചെയ്യാനും ഇപ്പോൾ ഇവിടെയാണെങ്കിലും യൂസ് ചെയ്യുന്ന ഏത് ഇൻപുട്ട് ഡിവൈസ് ആണ്? മൗസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് എൻഷുവേഴ്സ് സെക്യൂർ ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ഓവർ ആൻ അൺസെക്യൂർഡ് നെറ്റ്വർക്ക് സച്ച് ആസ് ഇന്റർനെറ്റ്. നമുക്കറിയാം ഇന്റർനെറ്റിൽ ഒരുപാട് ചതിക്കുഴികളുണ്ട്. നമ്മുടെ ഡാറ്റ, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റ, ബാങ്ക് പാസ്വേഡ്സ് എല്ലാം ഹാക്കർമാർ എടുത്തുകൊണ്ട് പോകാറുണ്ട് പലപ്പോഴായിട്ട്, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പം അങ്ങനെയുള്ള ഇന്റർനെറ്റിൽ ഒരു സ്ഥലത്ത് നിന്ന് അയക്കുന്ന ഡാറ്റ മറ്റൊരു സ്ഥലത്ത് ആരുടെയും കയ്യിൽ പെടാതെ എത്തിച്ചേരാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ക്രിപ്റ്റോഗ്രാഫിക് മെത്തേഡ്സ് ഉപയോഗിച്ച് അതിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ്. ആൻസർ ഈ ക്രിപ്റ്റോഗ്രാഫിക് മെത്തേഡ്സ്. ഓക്കെ, ക്രിപ്റ്റോഗ്രഫി. 36, അടുത്ത ക്വസ്റ്റ്യൻ, ദ എബിലിറ്റി ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു റൺ മോർ ദാൻ വൺ ആപ്ലിക്കേഷൻ അറ്റ് എ ടൈം. എന്താണ്? മൾട്ടി ടാസ്കിംഗ് ആണ് ഇതിന്റെ ആൻസർ. എന്താണ്? മൾട്ടി ടാസ്കിംഗ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The process of checking all the peripheral units by the OS during the time of booting is known as POST. Power on self test. നമ്മളൊരു കമ്പ്യൂട്ടർ തുറക്കുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു ടെസ്റ്റാണ് പവർ ഓഫ് സെൽഫ് ടെസ്റ്റ്. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് അതെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ പെരിഫറൽ ആയിട്ടുള്ള ബാക്കി ഡിവൈസസ്, ഫംഗ്ഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, കറക്റ്റ് ഓർഡറിലാണോ, കണക്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അതാണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് നടത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് that allows you to control your computer without typing instructions from a keyboard. എന്താണ്? മൗസ്. മൗസ് ആണ് ഇതിന്റെ ആൻസർ. ഈ PD എന്താണെന്നറിയോ? PD എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ് ആണ്. അതൊരു ഫോൺ പോലെ, ചെറിയ ടാബ്ലറ്റ് പോലെ ഇരിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, the feature in database language that allows us to access certain records in database is called. നമ്മളൊരു ഡാറ്റാബേസിൽ ക്വറി എഴുതിയാണ് ഡാറ്റയെ ആക്സസ് ചെയ്യുന്നത്. ഇപ്പം SQL അഥവാ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം ഇൻ എ ടേബിൾ, അതൊക്കെ ക്വറി ലാംഗ്വേജ് ആണ് ഡാറ്റയെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സോ ഓപ്ഷൻ എ ക്വറി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെൻ യു സേവ് എ മൈക്രോസോഫ്റ്റ് ആക്സസ് പ്രോജക്ട്, വാട്ട് ഫയൽ ഫോർമാറ്റ് ഡു യു യൂസ്? ഏതാണ്? ഓപ്ഷൻ എ .adp ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫയൽ ഫോർമാറ്റ്. അപ്പോൾ നമ്മൾ ഈ 40 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു സെറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.